നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്യൻ വിമാനയാത്ര പ്രതിസന്ധി തുടരുന്നു. ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച തുടർച്ചയായ രണ്ടാം ദിവസവും മ്യൂണിക് വിമാനത്താവളം പ്രവർത്തനം നിർത്തിവെച്ചു. ആയിരക്കണക്കിന് യാത്രക്കാർ വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട ഗതികേടിൽ. സ്കോട്ട്ലൻഡിലും അയർലൻഡ് ദ്വീപിലും വ്യാപക നാശനഷ്ടമുണ്ടാക്കി ആമി കൊടുങ്കാറ്റ്. ലക്ഷക്കണക്കിന് വീടുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. സബ്സിഡികൾ ആകർഷിക്കപ്പെട്ടതോടെ സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് ഇലക്ട്രിക് കാർ വിൽപ്പന റെക്കോർഡ് ഉയരത്തിലേക്ക്. യുകെയിലെ മുട്ടപ്രേമികളുടെ ശ്രദ്ധയ്ക്ക്. മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ മറികടന്ന് യുകെയിലെ ഏറ്റവും വലിയ മുട്ട വിതരണക്കാരായി യുക്രൈനും പോളണ്ടും. യുകെയിലെത്തുന്നത് കൂട്ടിലടച്ച കോഴികളിൽ നിന്നുള്ള മുട്ടയാണെന്ന മുന്നറിയിപ്പും നിലവിൽ. ഗാസയിൽ ബോംബാക്രമണം ഉടൻ നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ സമാധാന പദ്ധതിയോടുള്ള ഹമാസിന്റെ പ്രതികരണത്തെ സ്വാഗതം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. ദേശീയ മക്കൾ ശക്തി കക്ഷിയും BJP അഭിഭാഷകനും TVKയും നൽകിയ ഹർജികളാണ് തള്ളിയത്. ഹർജിക്കാർക്ക് ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. കേരളത്തോടുള്ള അനീതിയും അവഗണനയും അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ആന്ധ്രയിലും എത്തിച്ചെന്ന് ദേവസ്വം വിജിലൻസ്. ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ തനിക്ക് തന്നുവിട്ട ചെമ്പുപാളികളായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. 3.5 കോടിയോളം രൂപ നിക്ഷേപ തട്ടിപ്പിലൂടെ അപഹരിച്ച സംഘത്തിലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ്. അപഹരിച്ച തുകയിലെ 1,20,00,000 രൂപ വീണ്ടെടുത്തു. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ വിമാനയാത്രാ പ്രതിസന്ധി തുടരുന്നു. ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച തുടർച്ചയായ രണ്ടാം ദിവസവും മ്യൂണിക് വിമാനത്താവളം പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത് ഡസൻ കണക്കിന് വിമാന സർവീസുകളെയും 6000-ലധികം യാത്രക്കാരെയും ബാധിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാർ വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട ഗതികേടിലാണ്. മ്യൂണിക് വിമാനത്താവളത്തിൽ നിന്നുള്ള 46 പുറപ്പെടലുകൾ ശനിയാഴ്ച വരെ റദ്ദാക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യേണ്ടി വന്നു. ഇത് ആകെ 6500 യാത്രക്കാരെ ബാധിച്ചു. ഡെൻമാർക്ക്, നോർവേ, പോളണ്ട് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ തിരിച്ചറിയാത്ത ഡ്രോണുകൾ കാരണം അടുത്തിടെ വിമാന സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. റൊമാനിയയും എസ്റ്റോണിയയും റഷ്യക്കെതിരെ ആരോപണം ഉന്നയിച്ചെങ്കിലും അവർ ആരോപണങ്ങൾ നിഷേധിച്ചു. വെള്ളിയാഴ്ച രാത്രി 9:30 മുതൽ വിമാന ഗതാഗതം നിയന്ത്രിക്കുകയും പിന്നീട് ഡ്രോൺ കണ്ടതിനാൽ റദ്ദാക്കുകയും ചെയ്തു എന്ന് മ്യൂണിക് വിമാനത്താവളം പ്രസ്താവനയിൽ പറഞ്ഞു. മ്യൂണിക്കിലേക്കുള്ള 23 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും മ്യൂണിക്കിലേക്കുള്ള 12 എണ്ണം റദ്ദാക്കുകയും ചെയ്തു. വടക്കൻ തെക്കൻ റൺവേകളിൽ രാത്രി 11 മണിക്ക് തൊട്ടു മുൻപ് പോലീസ് പെട്രോളിംഗിൽ 2 ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായി ഒരു പോലീസ് വക്താവ് AFPയോട് പറഞ്ഞു. വെള്ളിയാഴ്ച ആമി കൊടുങ്കാറ്റ് വ്യാപകമായ തടസ്സം സൃഷ്ടിച്ചതിനെ തുടർന്ന് അയർലൻഡ് ദ്വീപിലെ ലക്ഷക്കണക്കിന് വീടുകൾക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. സ്കോട്ട്ലൻഡിലുടനീളം 25 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും 17 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ ഗ്ലാസ്ഗോയിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം തകർന്നതായി റിപ്പോർട്ടുണ്ട്. ഹൈലാൻഡ്സിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഫെറി സർവീസുകൾ, വിമാനങ്ങൾ, ട്രെയിനുകൾ എന്നിവ റദ്ദാക്കിയിട്ടുണ്ട്. അയർലൻഡിൽ സീസണിലെ ആദ്യത്തെ കൊടുങ്കാറ്റ് ദ്വീപിലുടനീളം ആഞ്ഞടിച്ചതിനാൽ വൈദ്യുതി ലൈനുകൾ തകരാറിലായി. 100 കണക്കിന് സ്കൂളുകൾ നേരത്തെ അടച്ചു. ടൊണഗലിൽ ഐറിഷ് സർക്കാർ ഏറ്റവും ഉയർന്ന നിലയിലുള്ള കാറ്റ് മുന്നറിയിപ്പ് നൽകി. ഇവിടെ താമസക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടണമെന്ന് നിർദ്ദേശിച്ചു. കൗണ്ടി ഡെറിയിലെ മാഗില്ലിനുകളിൽ മണിക്കൂറിൽ 92 മൈൽ വേഗതയിൽ കാറ്റ് വീശിയതോടെ ഇത് വടക്കൻ അയർലൻഡിൽ ഒക്ടോബർ മാസത്തെ താൽക്കാലിക റെക്കോർഡ് കാറ്റായി മാറിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സബ്സിഡികൾ ആകർഷിക്കപ്പെട്ടതോടെ സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് ഇലക്ട്രിക്കൽ കാർ വിൽപ്പന റെക്കോർഡ് ഉയരത്തിലെത്തി. സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഗ്രൂപ്പിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ബാറ്ററി EV വിൽപ്പന ഒരു വർഷം മുൻപുള്ളതിനേക്കാൾ ഏകദേശം 1/3 വർദ്ധിച്ച് 72,800 ആയി. സീറോ എമിഷൻ വെഹിക്കിൾ മാൻഡേറ്റ് എന്നറിയപ്പെടുന്ന ഇലക്ട്രിക് വിൽപ്പനയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് വാദിച്ച കാർ നിർമ്മാതാക്കളുടെ നിർബന്ധത്തെ തുടർന്ന് UK സർക്കാർ ജൂലൈയിൽ ഒരു ഇലക്ട്രിക് കാർ ഗ്രാന്റ് വീണ്ടും അവതരിപ്പിച്ചത് വിജയകരമായി. യുകെയിലെ മുട്ടപ്രേമികളുടെ ശ്രദ്ധയ്ക്ക്. യുകെയിലെ ഏറ്റവും വലിയ മുട്ട വിതരണക്കാരായി യുക്രൈനും പോളണ്ടും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ മറികടന്ന് മാറി. എന്നിട്ടും യുകെയിലെത്തുന്നത് കൂട്ടിലടച്ച കോഴികളിൽ നിന്നുള്ള മുട്ടയാണെന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. 2022 നെതർലാൻഡ്സ് UK മുട്ടകളുടെ വലിയൊരു ഭാഗം വിതരണം ചെയ്തെങ്കിലും അതിന്റെ വിഹിതം ക്രമാനുഗതമായി കുറഞ്ഞുവെന്ന് അനിമൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത് ഏജൻസിയിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നു. 2025 ആയപ്പോഴേക്കും ഉക്രൈനും പോളണ്ടും ചേർന്ന് 15 ദശലക്ഷം കിലോഗ്രാമിൽ കൂടുതൽ മുട്ടകൾ വിതരണം ചെയ്തു. സ്പെയിൻ, ഇറ്റലി, മറ്റ് തെക്കൻ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയും യുകെയിലേക്കുള്ള മുട്ട കയറ്റുമതി വർദ്ധിപ്പിച്ചു.
ഈ വർഷം ഇതുവരെ ഏറ്റവും കൂടുതൽ മുട്ടകൾ കയറ്റുമതി ചെയ്ത ഉക്രൈൻ 8 ദശലക്ഷം കിലോഗ്രാം മുട്ടയാണ് യു കെയിൽ എത്തിച്ചത്. തുടർന്ന് പോളണ്ടിൽ നിന്ന് ഏകദേശം 7 ദശലക്ഷം കിലോഗ്രാമും മുട്ടയെത്തി. ഗാസയിൽ ബോംബാക്രമണം ഉടൻ നിർത്താൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസ് പങ്കിട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്റെ സമാധാന പദ്ധതിയോടുള്ള ഹമാസിന്റെ പ്രതികരണത്തെ ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിലെ ബന്ദികളുടെ കൈമാറ്റത്തിനും ഗാസ മുനമ്പിലെ ഭരണാധികാരം ഉപേക്ഷിക്കുന്നതിനുമടക്കം ചില ഭാഗങ്ങൾ അംഗീകരിച്ചതായും ഹമാസ് വെള്ളിയാഴ്ച പറഞ്ഞു. എന്നാൽ പദ്ധതിയുടെ വശങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തണമെന്ന് ഹമാസ് വക്താവ് ആവശ്യപ്പെട്ടു. ട്രംപ് ഹമാസിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയും ഗാസയിൽ ബോംബാക്രമണം ഉടൻ നിർത്താൻ ഇസ്രയേലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഹമാസ് ഇപ്പോൾ പുറത്തിറക്കിയ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി അവർ ഒരു ശാശ്വത സമാധാനത്തിന് തയ്യാറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ എഴുതി. ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി അവർ ഒരു ശാശ്വത സമാധാനത്തിന് തയ്യാറാണ് എന്ന് താൻ വിശ്വസിക്കുന്നു. ബന്ദികളെ സുരക്ഷിതമായും വേഗത്തിലും പുറത്തെത്തിക്കാൻ ഇസ്രയേൽ ഗാസയിലെ ബോംബാക്രമണം ഉടൻ നിർത്തണം. പരിഹരിക്കേണ്ട വിശദാംശങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇതിനകം ചർച്ചയിലാണ്. ഇത് ഗാസയെ കുറിച്ചല്ല, ഇത് മിഡിൽ ഈസ്റ്റിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന സമാധാനത്തെ കുറിച്ചാണ് എന്നും ട്രംപ് പ്രതികരിച്ചു. ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ആയുധം താഴെ വെക്കുമോ എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് സുപ്രധാനമായ ചുവടുവയ്പാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായകമായ പുരോഗതി കൈവരിക്കുന്ന ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നേതൃത്വത്തെ സ്വാഗതം ചെയ്യുന്നു. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ ശക്തമായ പിന്തുണ നൽകുന്നത് തുടരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കുടിയേറ്റക്കാരായ കുട്ടികൾക്ക് സ്വയം നാടുകടക്കുന്നതിന് $2500 വാഗ്ദാനം ചെയ്യാൻ ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നുവെന്ന് ഒരു മെമ്മോ പറയുന്നു. US ആരോഗ്യ മനുഷ്യ സേവന വകുപ്പ് അനുഗമിക്കാത്ത കുട്ടികളെ പ്രതിനിധീകരിക്കുന്ന നിയമദാതാക്കൾക്ക് അയച്ച മെമ്മോയിൽ സർക്കാർ കസ്റ്റഡിയിലുള്ള 14 വയസ്സും അതിൽ കൂടുതലുമുള്ള അനുഗമിക്കാത്ത കുടിയേറ്റ കുട്ടികളെ സ്വമേധയാ US-ൽ നിന്ന് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ കുട്ടികൾ സ്വമേധയാ വിട്ടുപോകുന്നതിന് പകരമായി സർക്കാർ $2500 ഒറ്റത്തവണ പുനരധിവാസ സഹായ സ്റ്റൈപ്പൻസ് നൽകുമെന്ന് മെമ്മോയിൽ പറയുന്നു. അമേരിക്ക ട്രംപിന്റെ ചിന്തിക്കാതെയുള്ള നടപടികൾ കാരണം US-ലെ സാമ്പത്തിക അനിശ്ചിതാവസ്ഥ നാസയെയും ബാധിച്ചു. സർക്കാർ ധനസഹായം തടസ്സപ്പെട്ടതോടെ നാസയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് നാസയുടെ വെബ്സൈറ്റിൽ അറിയിപ്പും നൽകിയിട്ടുണ്ട്. നാസ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളിലെ വിവിധ വകുപ്പുകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് പിരിച്ചുവിട്ടത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിഡ്ഢിയുടെ വേഷമാണ് ചില കാര്യങ്ങളിൽ ട്രംപിന്. പണ്ടൊരു കഴുതയുടെ കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്: ഒരു കർഷകന് സ്വന്തമായ ഒരു കഴുതയും ഒരു നായയുമുണ്ട്. കർഷകൻ അബദ്ധത്തിൽ ഒരിക്കൽ ബോംബുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ശത്രു രാജ്യത്തിൽ അകപ്പെട്ടു. കർഷകൻ എന്ത് ചെയ്യണമെന്നറിയാതെ നായയോട് പിന്നാലെ നടക്കാൻ ആവശ്യപ്പെട്ടിട്ട് വയസ്സായ അതിമടിയനായ കഴുതയെ തോളിലേറ്റി സസൂക്ഷ്മം നടന്നു. കണ്ടുനിന്നവർ ചോദിച്ചു, നീ എന്തൊരു മണ്ടനാണ്, ആ കഴുതയെ ചുമക്കാതെ അവിടെ ഉപേക്ഷിച്ചിട്ട് എളുപ്പത്തിൽ തിരികെ വന്നൂടേ എന്ന്. കർഷകൻ അതിന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്: കഴുത എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. പിന്നാലെ ഓടി വന്ന് ബോംബിൽ ചവിട്ടി സ്വയം അപകടം ഉണ്ടാക്കുന്നത് പോരാഞ്ഞിട്ട് കൂടെയുള്ളവരെ കൂടി അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കഴുതയെ ചുമന്നാലും സാരമില്ല, വിട്ടുകളയേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴുതയുടെ രൂപമാണ്. വിഡ്ഢികളായിരിക്കുന്നവർ കുഴിച്ചിട്ട ബോംബ് പോലെയാണ്. അവർ എവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. അകറ്റി നിർത്തുന്നതിലും നല്ലത് ചിലപ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നതാണ് എന്ന നയമാണ് ഒരു തരത്തിൽ മുഴുവൻ ലോകരാഷ്ട്രങ്ങളും ട്രംപിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ പണി കൊടുക്കാൻ തോന്നിയതൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട് ട്രംപ്. രാവിലെ ഉറക്കം ഉണരുമ്പോൾ എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുന്നു എന്നതിനപ്പുറം പല കാര്യങ്ങളിലും മുൻകൂട്ടി ചിന്തിക്കുകയോ വരും വരായികളെ പറ്റി ബോധ്യമുണ്ടാവുകയോ ചെയ്യാറില്ല ട്രംപിന്. അത്തരത്തിൽ ട്രംപ് ചെയ്ത അവസാന നടപടിയാണ് ഒരു തരത്തിൽ വിസ ഫീസ് ഉയർത്തുന്നതും അമേരിക്കയിൽ സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപനം നടത്തുന്നത്. ഇത്തരത്തിൽ നടപടികളൊക്കെ തന്നെ ട്രംപിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക ട്രംപിന്റെ ചിന്തിക്കാതെയുള്ള നടപടികൾ കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രതിസന്ധിയിൽ പല മേഖലകളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുമ്പോൾ ലോകത്തിന് തന്നെ അഭിമാനമായിരുന്ന ബഹിരാകാശം എന്താണെന്നതിന് ലോകത്തിനു മുന്നിൽ തുറന്നു വെച്ച നാസയുടെ പ്രവർത്തനം പോലും നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.
US സാമ്പത്തിക അനിശ്ചിതാവസ്ഥ നാസയെയും ബാധിച്ചു കഴിഞ്ഞു. സർക്കാർ ധനസഹായം തടസ്സപ്പെട്ടതോടെ നാസയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് നാസയുടെ വെബ്സൈറ്റിൽ തന്നെ അറിയിപ്പും നൽകിയിട്ടുണ്ട്. നാസ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളിലെ വിവിധ വകുപ്പുകളിൽ നിന്ന് ആയിരക്കണക്കിനു പേരെയാണ് ട്രംപ് കാരണം പിരിച്ചുവിട്ടത്. അത്യാവശ്യ ജീവനക്കാരെ മാത്രമാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്ര ഗവേഷണം മുതൽ പൊതുജന സമ്പർക്കം വരെയുള്ള നാസയുടെ മിക്ക പദ്ധതികളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഒക്ടോബർ 1-നാണ് US പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അതിനു മുൻപ് സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി ബിൽ കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കേണ്ടതുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങൾ കാരണം ഇത്തവണ ബിൽ പാസ്സായില്ല. മുൻപ് നിലവിലുണ്ടായിരുന്നതും പിന്നീട് ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചതുമായ ചില ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളും ആനുകൂല്യങ്ങളും ബില്ലിൽ പുനഃസ്ഥാപിക്കണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടിയും വൈറ്റ് ഹൗസും നിരാകരിച്ചതോടെയാണ് തർക്കം രൂക്ഷമാകുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇതേസമയം ട്രംപിന്റെ ആരോപണം. കുടിയേറ്റക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സ്കീമുകൾ നൽകുമ്പോൾ അത് കൂടുതൽ പേരെ അമേരിക്കയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കും. ഒരു രാജ്യത്തിനും ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാകില്ലെന്നും അതുകൊണ്ടാണ് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതുമെന്നുമാണ് ട്രംപിന്റെ ന്യായീകരണം. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബിൽ പാസ്സാക്കണമെങ്കിൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ അനിവാര്യമാണ് താനും. ഈ പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് അമേരിക്ക ഷട്ട് ഡൌണിലേക്ക് നീങ്ങിയത്. ഇതോടെയാണ് പല മേഖലയും പ്രതിസന്ധിയിലായത്. ലോകം സഹിക്കുന്നത് തന്നെ കഴുത എന്ന് കരുതിയിട്ടാണ് എന്ന് ട്രംപിന് ഇനി എന്നാണ് ബോധ്യമുണ്ടാകുന്നത് എന്നാണ് സംശയം. എന്താണെങ്കിലും ആ ബോധ്യം ഉണ്ടാകാത്തിടത്തോളം ഇനിയും കഥകൾ തുടരും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.59 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.76 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.18 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.58 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. ദേശീയ മക്കൾ ശക്തി കക്ഷിയും BJP അഭിഭാഷകനും TVKയും നൽകിയ ഹർജികളാണ് തള്ളിയത്. ഹർജിക്കാർക്ക് ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട് സർക്കാരും CBI അന്വേഷണത്തെ എതിർത്തു. നിലവിൽ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും കോടതി പറഞ്ഞു. പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്നതുവരെ ഒരു യോഗത്തിനും ഇനി അനുമതി നൽകില്ല എന്ന് തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. യോഗങ്ങൾ നടക്കുമ്പോൾ ശുദ്ധജലം, ശുചിമുറി എന്നിവ ഒരുക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് എന്നും കോടതി വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതകളുടെ സമീപത്ത് ഒരു പാർട്ടിക്കും യോഗങ്ങൾ നടത്താൻ അനുമതി നൽകരുതെന്നും കോടതി പറഞ്ഞു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പോരാ എന്നും CBI അന്വേഷണം വേണമെന്നുമായിരുന്നു TVKയുടെ ആവശ്യം. അതേസമയം കരൂർ സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോസ്റ്റർ ഒട്ടിച്ച യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നാഗപട്ടണം സ്വദേശിയായ ഭരത് രാജിനെയാണ് പ്രദേശത്തെ ഷെഡിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിജയ്ക്കെതിരെ ഭരത് രാജ് പ്രതാപരാമപുരം ഗ്രാമത്തിലെ പ്രധാന ചുമരുകളിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഈ സമയം ഇവിടെ എത്തിയ TVK പ്രവർത്തകരുമായി തർക്കമുണ്ടായി. ഇവർ ഭരത് രാജിനെ ഭീഷണിപ്പെടുത്തി. ഇവർ പകർത്തിയ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇതോടെ യുവാവ് പോലീസിൽ പരാതി നൽകി. പിന്നാലെയാണ് യുവാവ് ജീവനൊടുക്കിയത്. മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിൽ നിന്ന് കാണാതായ 22-കാരിയുടെ മൃതദേഹം നീലവീപ്പയ്ക്കുള്ളിൽ കണ്ടെത്തി. കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയ നിലയിലാണ് 3 ദിവസം മുൻപ് കാണാതായ ലക്ഷിത ചൗധരിയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തിയത്. ഗർഭാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്ത്രീകൾ ധരിക്കുന്ന വേഷമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ യുവതിയുടെ സുഹൃത്തായ മനോജ് ചൗഹാൻ പോലീസിൽ കീഴടങ്ങി. മറ്റൊരാളുമായി അടുപ്പം കാണിച്ചതിനെ തുടർന്നാണ് ലക്ഷിതയെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ മൊഴി നൽകി. വീപ്പയിൽ മൃതദേഹം ഒളിപ്പിക്കുന്ന സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ ആവർത്തിക്കുകയാണ്. മീററ്റിൽ യുവാവിനെ കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി വീപ്പയിലാക്കി ഉപേക്ഷിച്ച സംഭവം അടുത്തിടെയാണ് ഉണ്ടായത്. രാജസ്ഥാനിലെ ആൽവാറിലും നീലവീപ്പയിലും മൃതദേഹം കണ്ടെത്തിയിരുന്നു.
വീപ്പയിൽ മൃതദേഹത്തിനൊപ്പം സിമന്റ് മിശ്രിതം ചേർത്ത ശേഷം കുഴിച്ചിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തോടുള്ള അനീതിയും അവഗണനയും അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 1 വർഷവും 2 മാസവും കഴിഞ്ഞു. പ്രാഥമിക വിലയിരുത്തൽ നടത്തി 1202.12 കോടി രൂപയുടെ അടിയന്തര സഹായം കേരളം അഭ്യർത്ഥിച്ചു. അടിയന്തര സഹായമൊന്നും അനുവദിച്ചില്ല. ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളാൻ അഭ്യർത്ഥിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം വായ്പ എഴുതി തള്ളാൻ സഹായകമാവുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ 13ാം വകുപ്പ് ഒഴിവാക്കുകയും ചെയ്തു. ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉള്ളതല്ല. എന്നിട്ടും ഇനി സഹായം നൽകാൻ കഴിയില്ല എന്ന ക്രൂരവും ദയാരഹിതവുമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുവാൻ പോലും 5 മാസം സമയമെടുത്തു. ഇതുമൂലം അന്താരാഷ്ട്ര സഹായ സാധ്യതകളും ഇല്ലാതാക്കി. 2221.03 കോടി രൂപ പുനർനിർമ്മാണ സഹായമാണ് വേണ്ടത് എന്ന മാനദണ്ഡങ്ങൾ പ്രകാരം ആവശ്യപ്പെട്ടതിന്മേൽ 260.56 കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത്. നമ്മുടെ യഥാർത്ഥ ആവശ്യത്തിന്റെ 1/8 പോലും വരില്ല ഈ തുക. കേരളത്തെ അവഗണിക്കുന്ന തീരുമാനത്തിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ആ പ്രതിഷേധം നാടിന്റെയാകെ വികാരമാണ്. അത് മനസ്സിലാക്കി സംസ്ഥാനത്തിന്റെയും ദുരന്തബാധിതരായ ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കാനും അർഹമായ സഹായം നൽകാനും ഇനിയും വൈകരുത് എന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വരാൻ പോകുന്നുവെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയോടൊപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ ഡൽഹിയിൽ സന്ദർശിച്ച ഘട്ടത്തിൽ കൂടുതൽ പാതകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരുന്നു. അതിനുള്ള വിശദമായ നിർദ്ദേശവും സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പുതിയ ദേശീയപാതകളുടെ പദ്ധതി രേഖ തയ്യാറാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതെന്നും റിയാസ് അറിയിച്ചു. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ദീർഘകാലത്തെ മലബാറിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ് സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ കണ്ണൂർ വിമാനത്താവള റോഡ്, കൊടുങ്ങല്ലൂർ അങ്കമാലി, വൈപ്പിൽ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നിവയും ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പദ്ധതി രേഖയും തയ്യാറാക്കുകയാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഈ പാതകളുടെ വികസനം. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാ സഹായവും നൽകിയ ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും പൊതുമരാമത്ത് വകുപ്പിന്റെ നന്ദി അറിയിക്കുന്നു എന്ന് മന്ത്രി കുറിച്ചു. കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട 4ാം ക്ലാസ്സുകാരിയുടെ കൈ പഴുപ്പ് വ്യാപിച്ചതോടെ മുട്ടിനു താഴെ മുറിച്ചുമാറ്റി. ചികിത്സാ പിഴവുണ്ടായെന്ന് കുടുംബം ആരോപിച്ചു. പാലക്കാട് പല്ലശന ഒഴിവുപാറ സ്വദേശികളായ വിനോദ് പ്രസീത ദമ്പതികളുടെ മകൾ വിനോദിനിയുടെ കൈയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുറിച്ചു മാറ്റേണ്ടി വന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ജില്ലാ ആശുപത്രിയിലെ ജാഗ്രത കുറവ് മൂലം പഴുപ്പ് കയറി ദുർഗന്ധമുണ്ടായതോടെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണിപ്പോൾ. ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നുവെന്ന് കൂലിപ്പണിക്കാരായ രക്ഷിതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ മാസം 24-ന് അച്ഛന്റെ വീട്ടിൽ കളിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ആന്ധ്രയിലും എത്തിച്ചെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. നേരത്തെ ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിലും തമിഴ്നാട്ടിൽ നടൻ ജയറാമിന്റെ വീട്ടിലും പാളികൾ എത്തിച്ച് പൂജ നടത്തിയതായും തെളിവുകൾ സഹിതം പുറത്തു വന്നിരുന്നു. 2024-ൽ സന്നിധാനത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു സുനിൽ സ്വാമിയെ ഹൈക്കോടതി വിലക്കിയ ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വർണ്ണപ്പാളി പോളിഷിംഗ് കരാറിൽ ഏർപ്പെട്ടത്. ഒരു സുനിൽ സ്വാമിയെ ഓർമ്മയുണ്ടാകുമല്ലേ? ഒരു കയറ്റുമതി വ്യവസായക്കാരൻ. ശബരിമലയിൽ വർഷാവർഷങ്ങളായി തന്ത്രിമാർ മാറുമെങ്കിലും മേൽശാന്തിമാർ മാറുമെങ്കിലും ഈ സുനിൽ സ്വാമി മാത്രം മാറില്ല. നട തുറക്കുന്ന ദിവസങ്ങളിൽ ശ്രീകോവിലിന് മുന്നിൽ തന്നെ കാണും ഇതേ സുനിൽ സ്വാമി. ഒടുവിൽ ശബരിമലയിൽ ആർക്കും പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതിക്ക് ഈ സുനിൽ സ്വാമിയുടെ ഒറ്റ വിഷയത്തിൽ ഉത്തരവിടേണ്ടി വന്നു. അതും ഹൈക്കോടതി സ്വമേധയാ എടുത്തൊരു കേസിൽ. അത് 2024 ഡിസംബറിലാണ്. അന്ന് വിവാദ പുരുഷൻ ഇതേ സുനിൽ സ്വാമി വിവാദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. പക്ഷെ ഇത്തവണ അതിനൊരു മാറ്റമില്ല. ഇത്തവണ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരിടക്കാലത്ത് കീഴ്ശാന്തിയായി മല കയറി സന്നിധാനത്തെത്തിയ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി. വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ സ്വാമി എന്ന് വിളിക്കാം. രണ്ടുപേരും പാവം അയ്യപ്പ ഭക്തരെ പിഴിഞ്ഞ്
VIP-കളായ അയ്യപ്പ ഭക്തരുടെ ഓമനകളായി മാറി ഇടനിലക്കാരിൽ നിന്ന് നല്ല കാശുണ്ടാക്കിയ വ്യക്തികൾ. പണവും കയ്യൂക്കുമുള്ള VIP ഭക്തർ ഇരുവർക്കും പൊന്നോമനകളായിരുന്നു. അവരുടെ ഭക്തിക്ക് വിരടുകയായിരുന്നു ഈ രണ്ട് സ്വാമിമാരും ചെയ്തത്. ഒരാൾ സ്വാമിയെങ്കിൽ മറ്റൊരാൾ പോറ്റി. ഒടുവിൽ സംഗതി കൈവിട്ടപ്പോൾ 2024 മറ്റ് ഭക്തർക്ക് നൽകാത്ത പരിഗണന നൽകരുതെന്ന് സ്വമേധയാ ഈ കേസെടുത്ത ഹൈക്കോടതി ഉത്തരവിട്ടു. നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട സുനിൽസ്വാമിയുടെ ഇടപെടലുകൾ മാസങ്ങളായി ഹൈക്കോടതി പരിശോധിച്ചു വരികയുമായിരുന്നു. വിവിധ വകുപ്പുകളിൽ നിന്നും ഹൈക്കോടതി സ്വമേധയാ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് വന്നത്. എന്നിട്ടും ദേവസ്വം ബോർഡ് കഴിഞ്ഞ മാസം വരെയും ആ വിധി പരിഗണിച്ചില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ കണ്ടില്ലെന്നടിച്ചു സ്വർണ്ണപ്പാളി അപ്പാടെ ഇളക്കിയെടുത്ത് ചെന്നൈയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കൊണ്ടുപോയി ഓരോ വീടുകളിൽ കൊണ്ടുപോയി നടൻ ജയറാമിന്റെ വീട്ടിൽ വരെ കൊണ്ടുപോയി പൂജിച്ച ഒരു നാണക്കേടുണ്ടാക്കി വെച്ചു. ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ തനിക്ക് തന്നുവിട്ടത് ചെമ്പുപാളികളായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികൾ എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അവർ പറയുന്ന സമയത്ത് ഹാജരാകുമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. രേഖകൾ ഹൈക്കോടതിയിൽ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാപക പരാതികളെ തുടർന്ന് തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ നിന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ ഒഴിവാക്കിയത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃസ്ഥാപിച്ചു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലായ www.sec.kerala.gov.in പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ സവിശേഷ തിരിച്ചറിയൽ നമ്പറിനൊപ്പം എപിക് നമ്പർ വീണ്ടും ഉൾപ്പെടുത്തി. എപിക് നമ്പർ നൽകാതെ പട്ടികയിൽ പേരു ചേർത്തവർക്ക് സവിശേഷ തിരിച്ചറിയൽ നമ്പർ മാത്രമായിരിക്കും ഉണ്ടാവുക. എപിക് നമ്പറോ പേരോ ഉപയോഗിച്ച് സംസ്ഥാന തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പട്ടികയിൽ പേരു തിരയാനുള്ള സംവിധാനവും പുനഃസ്ഥാപിച്ചു. 3.5 കോടിയോളം രൂപ നിക്ഷേപ തട്ടിലൂടെ അപഹരിച്ച സംഘത്തിലെ ഒരാളെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് പിടിച്ചു. അപഹരിച്ച തുകയിലെ 1,20,00,000 രൂപ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് അമിത ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപ തട്ടിപ്പിലൂടെ 3,43,00,000 രൂപ തട്ടിയെടുത്ത സംഘത്തിലെ കണ്ണിയും ബാംഗ്ലൂർ സ്വദേശിയുമായ ധനുഷ് നാരായണസ്വാമി എന്നയാളാണ് പോലീസ് പിടിയിലായത്. സെപ്റ്റംബർ 29-നാണ് ബാംഗ്ലൂരിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി വിദേശത്തേക്ക് കടത്തുന്നതാണ് സംഘത്തിന്റെ രീതി. ഓൺലൈൻ നിക്ഷേപത്തിലേക്ക് ഇരയുടെ വിശ്വാസം നേടിയെടുത്ത് തട്ടിപ്പുകാർ പലപ്പോഴായി പണം വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ പ്രതികൾ ഇരയുമായി വാട്സ്ആപ്പ്, ടെലഗ്രാം മുതലായ സമൂഹ മാധ്യമത്തിലൂടെ ബന്ധപ്പെട്ടിരുന്നെന്നും നിക്ഷേപം നടത്താനായി നിർബന്ധിച്ചിരുന്നതും വ്യക്തമായി. പണം കൈമാറിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബാംഗ്ലൂരിലെ ഒരു വ്യാജ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിക്കപ്പെടുന്നതെന്ന് മനസ്സിലായി. ഈ അക്കൗണ്ടിനെ പറ്റിയുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് പ്രതിയുടെ വിവരം ലഭിച്ചത്. നിക്ഷേപ തട്ടിപ്പുകൾക്കായി പ്രതി വ്യാജ കമ്പനി ചമച്ച് അക്കൗണ്ട് എടുക്കുകയായിരുന്നു. ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 രൂപ തിരികെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. സെപ്റ്റംബർ 30-ന് പ്രതിയെ കേരളത്തിലെത്തിക്കുകയും തുടർന്ന് തിരുവനന്തപുരം ACJM കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.